അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലെപ്പോഴുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കണം. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അങ്ങ് ഉരുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഒരു പാനിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ഒന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1 കപ്പ് അളവിൽ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാ ചിരവി ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതറിയാൻ ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അരച്ചെടുക്കണം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ പ്ലേറ്റോ കിറ്റിനോ അങ്ങനെ എന്ത് വേണേലും എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ മാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്നങ്ങ് കുത്തി നോക്കിയാൽ മതിയാവും. ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബോളിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്